സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 26 ഞായർ. വിജയമല്ല, വിജയത്തിന്റെ തുടക്കം. രാജ്യത്തെ നഗരങ്ങളെ പിടിച്ചുകുലുക്കിയ യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നിശ്ചയദാർഢ്യത്തോടെ സമരം ചെയ്ത യുവജനങ്ങളുടെയും അവർക്ക് പിന്തുണ നൽകിയ പ്രതിപക്ഷത്തിന്റെയും വിജയമാണിത്, തീർച്ച. മോദി സർക്കാരിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ലിത്. സ്വന്തം ഭാവി തിരിച്ചുപിടിക്കാൻ തെരുവിലിറങ്ങിയ ഒരു തലമുറയുടെ വിജയഗാഥ കൂടിയാണ്. മാസങ്ങളോളം തെരുവുകളിൽ ഉയർന്ന ആക്രോശത്തെ അവഗണിക്കാനാവില്ലെന്ന് ഒടുവിൽ അധികാര കേന്ദ്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അധികാരത്തോട് തുടർച്ചയായി ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന പൗരബോധത്തിന്റെ പേരാണ് ജനാധിപത്യമെന്ന് കഴിഞ്ഞ 12 വർഷത്തെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആലസ്യത്തിൽ മറന്നുപോയിരുന്നു മോദി സർക്കാർ. ഇത് ജനാധിപത്യത്തെക്കാൾ അധികാരത്തെ വലുതായി കണ്ട രാഷ്ട്രീയത്തിന്റെ പരാജയമാണ്. ചോദ്യപേപ്പർ ചോർച്ചകളും പരീക്ഷാ സംവിധാനത്തിന്റെ തകർച്ചയും തൊഴിലില്ലായ്മയുടെ കനലും യുവാക്കളുടെ ഭാവിയെ ചൂതാട്ടമാക്കിയ ഭരണകൂടം പ്രതിഷേധങ്ങൾക്കൊടുവിൽ യുവാക്കളുടെ വഴിയെ വന്നിരിക്കുന്നുവെന്ന അതിശയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഴ്ചകളിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട യുവാക്കളെ കലാപകാരികളായി ചിത്രീകരിക്കാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയായി മുദ്രകുത്താനുമായിരുന്നു സർക്കാരിന്റെ ശ്രമം. എന്നാൽ സത്യത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും യുവതലമുറയുടെ ശബ്ദത്തെ ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാനാവില്ലെന്നും പ്രക്ഷോഭം തെളിയിച്ചു. ഭയന്ന് പിൻവാങ്ങുന്ന തലമുറയല്ല, ഭയത്തെ അതിജീവിച്ച് ജനാധിപത്യത്തിന്റെ വാതിലിൽ ഉറക്കെ ഇടിക്കുന്ന തലമുറയാണ് അവർ. ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഈ പേടിയെ അതിജയിച്ച തലമുറയാണ്. ചരിത്രം മുന്നോട്ടു പോയത് അധികാരത്തെ ഭയക്കാത്ത യുവത്വത്തിന്റെ കരുത്തുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയും രാജ്യത്തിന്റെ നവോത്ഥാന ശക്തിയും നിർഭയമായ യുവതലമുറയിലാണ്. ഇന്ത്യയിലെ യുവതലമുറയെക്കുറിച്ച് ഒരു കാലത്ത് പ്രചരിച്ചിരുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അവർ രാഷ്ട്രീയം ഒഴിവാക്കുന്നവരാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്നവരാണെന്നുമായിരുന്നു. എന്നാൽ ജന്തർ മന്തർ പ്രതിഷേധം ആ ധാരണകളെല്ലാം തിരുത്തിക്കുറിച്ചു. ഈ തലമുറ മൊബൈൽ ഫോണിൽ മുങ്ങിപ്പോയിട്ടില്ല. അതിനെ ആശയവിനിമയത്തിന്റെയും സംഘടനയുടെയും ജനാധിപത്യ പ്രതിരോധത്തിന്റെയും ശക്തമായ ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ തലമുറകൾക്ക് കൂട്ടായ്മകൾ രൂപപ്പെട്ടത് സ്കൂൾ മൈതാനങ്ങളിലും കോളേജ് വരാന്തകളിലും വായനശാലകളിലുമായിരുന്നു. ഇന്നത്തെ യുവാക്കൾക്ക് ആ ഇടം ഡിജിറ്റൽ ലോകമാണ്. അവിടെ അവർ സ്വന്തം ഭാഷയും നർമ്മവും സംസ്കാരവും രാഷ്ട്രീയബോധവും വളർത്തിയെടുത്തു. സമൂഹ മാധ്യമങ്ങൾ അനീതി തുറന്നു കാട്ടാനും അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കളെ ഒരുമിപ്പിക്കാനുമുള്ള പൊതുസ്ഥലമായി മാറി. ഈ തലമുറയുടെ ശക്തി അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല, അധികാരത്തോട് ചോദ്യം ചോദിക്കാനുള്ള തന്റേടവുമാണ്. ആദരവ് ഭയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലെന്നും ഉത്തരവാദിത്തമില്ലാത്തവർ അങ്ങനെയൊന്ന് അർഹിക്കുന്നില്ലെന്നും അവർ വിധിച്ചു. ദുരുപയോഗം ചെയ്യുന്ന അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ കടമയാണെന്നും അവർ വിശ്വസിച്ചു. നിരീക്ഷണവും കേസുകളും അപകീർത്തിപ്പെടുത്തലും പോലീസ് നടപടികളും നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. അവർ പ്രതിഷേധിച്ചത് ഒരു പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ മാത്രമായിരുന്നില്ല, തകർന്നു പോകുന്ന വിദ്യാഭ്യാസ തൊഴിൽ സംവിധാനത്തിനെതിരെയായിരുന്നു. ഭയമാണ് അധികാരത്തിന്റെ ഏറ്റവും വലിയ ആയുധമെങ്കിൽ ആ ഭയത്തെ മറികടക്കുക തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. അവരുടെ ഭാഷ മീമുകളാകാം, അവരുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കാം, പക്ഷെ അവരുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാണ്. തെരുവുകളിൽ ഉയർന്ന ആ ശബ്ദം ഒരു തലമുറയുടെ പ്രതിഷേധം മാത്രമല്ല, നാളെയുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യവുമാണ്. ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ സ്വാഭാവികതയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ബസ്സുകളിലോ സംഘടിത സംവിധാനങ്ങളിലോ എത്തിച്ച ജനക്കൂട്ടമായിരുന്നില്ല അത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരം പങ്കുവച്ച് സ്വന്തം ചെലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും യുവ പ്രൊഫഷണലുകളുമായിരുന്നു പ്രതിഷേധത്തിന്റെ മുഖം. അതൊരു സംഘടനയുടെ ശക്തിയല്ല, ഒരു തലമുറയുടെ ആത്മബോധത്തിന്റെ പ്രകടനമാണെന്ന് അവർ തെളിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ ഒരു ആഹ്വാനത്തിന് മറുപടി നൽകി സ്വന്തം യാത്രാ ചെലവിൽ ഡൽഹിയിലെത്തുകയും സമരവേദിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നെത്തുകയും ചെയ്ത യുവാക്കളായിരുന്നു പ്രതിഷേധത്തിന്റെ മുഖ്യശക്തി. 1 മാസത്തോളം നോയിഡ ആസ്ഥാനമായ വാർത്താ ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ജന്തർ മന്തർ സമരത്തെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്തു. എന്നിട്ടും ഭരണകൂടത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും അതിന്റെ പ്രചാരണ യന്ത്രത്തിന്റെ എല്ലാ ആഖ്യാനങ്ങളും ഈ പ്രക്ഷോഭം തകർത്തു. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രതിഷേധത്തെ അവഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാട്സാപ്പ് ശൃംഖലകളിലൂടെയും യുവാക്കൾ സ്വന്തമായ ആശയവിനിമയ ശൃംഖലകൾ സൃഷ്ടിച്ചു. അധികാരം നിയന്ത്രിക്കുന്ന വിവരപ്രവാഹത്തെ മറികടക്കാൻ സാങ്കേതിക വിദ്യയെ അവർ ജനാധിപത്യത്തിന്റെ ഉപകരണമാക്കി മാറ്റി. മോദിക്ക് ഭയം തോന്നുമ്പോഴെല്ലാം ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കുന്നുവെന്ന ജന്തർ മന്തറിൽ ഉയർന്ന മുദ്രാവാക്യം മുസ്ലിം വിരുദ്ധതയുടെ ആഖ്യാനങ്ങൾ കൊണ്ട് സമരങ്ങളെ കൊല്ലുന്ന സംഘ് സ്വേച്ഛാധിപത്യത്തിന്റെ പതിവാഖ്യാനത്തിൽ വിള്ളൽ വീഴ്ത്തി. ഈ രാജി വിജയത്തിന്റെ അവസാനമല്ല, തുടക്കമാണ്. ഒരു മന്ത്രി പടിയിറങ്ങുന്നത് കൊണ്ട് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സ്വയം തിരിച്ചു വരില്ല. ചോദ്യപേപ്പർ ചോർച്ചകളിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സുതാര്യവും വിശ്വസനീയവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമായ പരീക്ഷാ സംവിധാനം പുനർനിർമ്മിക്കണം. ഉത്തരവാദിത്തം വ്യക്തികളിൽ അവസാനിക്കാതെ സംവിധാനത്തിലേക്കും വ്യാപിക്കണം.
ഈ പ്രക്ഷോഭം ഭരണകൂടത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെയുള്ള കടുത്ത മുന്നറിയിപ്പാണ്. യുവതലമുറയെ അവഗണിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അടിച്ചമർത്തുകയോ ചെയ്യാമെന്ന മിഥ്യാധാരണയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പ്.